തൃശൂർ നെടുപുഴയിൽ കള്ളവോട്ട് എന്ന് പരാതി. നെടുപുഴ പോളിടെക്നിക്കിലെ ബൂത്തിലാണ് കള്ളവോട്ട് ചെയ്തത്. നെടുപുഴ പ്രദീപിന്റെ വോട്ടാണ് മറ്റാരോ ചെയ്തിരിക്കുന്നത്. സുരജ് സജി തൃശൂരിൽ നിന്ന് വിവരങ്ങളുമായുണ്ട്. സുരജ്, ഈ കള്ളവോട്ട് നടന്നു എന്ന് ഉറപ്പായോ? ഈ നെടുപുഴ പ്രദീപ് ഈ പരാതിയുമായി രംഗത്ത് വന്നതാണോ? ഇത് സംശയിക്കപ്പെടാൻ കാരണം എന്താണ് വിവരങ്ങൾ, സുരജ്? ഗോപികൃഷ്ണൻ, ഇതിൽ നെടുപുഴ സ്വദേശിയായിട്ടുള്ള പ്രദീപ് വോട്ട് ചെയ്യാൻ വേണ്ടി നെടുപുഴയിലെ പോളിംഗ് ബൂത്തിലേക്ക് എത്തുന്ന സമയത്താണ് തന്റെ വോട്ട് മറ്റാരോ ചെയ്തു എന്ന കാര്യം ഇവിടെ മനസ്സിലാക്കുന്നത്. പിന്നീട് ഈ വോട്ട് ചലഞ്ച് ചെയ്യുകയായിരുന്നു, അത് കള്ളവോട്ടാണ് എന്ന പരാതിയുമായി ഈ പ്രദീപ് തന്നെ രംഗത്തെത്തി. പിന്നീട് ഇത് ടെൻഡർ വോട്ടിന് സമർപ്പിക്കുകയും ചെയ്തു. അതായത് ഈ സീൽ ചെയ്ത വോട്ടാക്കി പ്രദീപിന്റെ വോട്ട് മാറ്റുകയും ചെയ്തു. പക്ഷേ ഇതിൽ ഇവർ ചൂണ്ടിക്കാണിക്കുന്ന ആരാണ് വോട്ട് ചെയ്തത് എന്ന് പോലും അറിയാൻ കഴിയാത്ത സാഹചര്യമാണ്. കൃത്യമായി പ്രദീപിന്റെ കള്ളവൊപ്പ് അടക്കം, അതായത് പ്രദീപ് എന്ന് പേര് തോന്നിക്കുന്ന തരത്തിൽ കള്ളവൊപ്പടക്കം ഇട്ടുകൊണ്ടാണ് ഇപ്പോൾ ഈ വോട്ട് രേഖപ്പെടുത്തിയതെന്നുള്ളതാണ് ആരോപണമായി ഉയർത്തുന്നത്. ഇപ്പോൾ പ്രദീപിന്റെ കുടുംബാംഗങ്ങൾ നമുക്കൊപ്പം ചേരുകയാണ്. എന്തായിട്ട് സംഭവിച്ചെന്താ? ഞങ്ങൾ കാലത്ത് വന്നപ്പോഴാണ്, കാലത്ത് നേരത്തെ മൂത്താൾ വന്ന് വോട്ട് ചെയ്തപ്പോൾ പ്രശ്നമുണ്ടല്ല. രണ്ടാമത്തെ ആൾ, ഈ മകൻ രണ്ടാമത്തെ ആൾ ഭാര്യ പ്രസവിച്ച് കിടക്കുമായിരുന്നു. അവിടുന്ന് ഞങ്ങൾ നമ്മുടെ വോട്ട് പോരെന്ന് വെച്ചിട്ട് നേരത്തെ കൊണ്ടുവന്നപ്പോഴാണ് ഭാര്യ പെട്ടെന്ന് വോട്ട് ചെയ്ത് വന്നു. രണ്ടാമത് ഇവൻ്റെ വോട്ട് ചെയ്തപ്പോഴാണ് അവൻ്റെ വോട്ട് വേറെ ആൾ ചെയ്തു പോയിട്ടാണ് കണ്ടത്. അപ്പോൾ അത് കള്ളവോട്ടാണെന്നുള്ളത് ഞങ്ങൾക്ക് മനസ്സിലായി. ഞങ്ങളത് അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്തപ്പോഴാണ് അത് ടെൻഡർ വോട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടാണ് അതിൽ പ്രിസൈഡിങ് ഓഫീസർ പറഞ്ഞത്. അതുപോലെ ആ ഒരു ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഇനി കള്ളവോട്ട് ചെയ്ത ആരാണ് കണ്ടുപിടിക്കാൻ നമുക്ക് വല്ല സംവിധാനം ഇല്ലാത്തതിൻ്റെ വെബ് ക്യാമറ ഒന്നും അവിടെ ഇല്ല. അപ്പോൾ ആരാണെന്ന് കണ്ടുപിടിക്കുക എന്നുള്ളൊരു വ്യാപകമായിട്ട് നമ്മുടെ ഈ ബൂത്തിൽ അങ്ങനെ നടക്കുന്നുണ്ടോ ഞാൻ സംശയിക്കുകയാണ്. ഇപ്പോൾ വെബ് ക്യാമറ ഒന്നും ഉണ്ടായിരുന്നില്ലല്ലോ. ഇല്ല ഇല്ല. ഇതിപ്പോൾ സംഭവിച്ചത് എന്തായിരുന്നു? വന്നു കഴിഞ്ഞപ്പോൾ വോട്ട് ചെയ്യാൻ പറ്റിയില്ല ആൾക്ക്. അത് നിലവിൽ ഈ പ്രദീപിനെ വോട്ട് ചെയ്യാനുള്ള അവസരം എന്ന നിലയ്ക്ക് ടെൻഡർ വോട്ടാക്കി മാറ്റിയിട്ടുണ്ട്. പക്ഷെ അത് രണ്ട് സ്ഥാനാർത്ഥികൾ, ഈ മത്സരിക്കുന്ന സ്ഥാനാർത്ഥികളുടെ വോട്ട് നില തുല്യതയിൽ എത്തിയാൽ മാത്രമാണ് ആ വോട്ട് പരിഗണിക്കുകയുള്ളൂ. അതാണ് അതിന്റെ ഒരു സാങ്കേതിക തടസ്സമായി നിൽക്കുന്നത്. എന്തായാലും അതിൽ പരിശോധന വേണം എന്നുള്ളതാണ് ഇവർ ആവശ്യപ്പെടുന്നത്. ഗോപികൃഷ്ണൻ, ശരി, ഇപ്പോൾ ഒരു കള്ളവോട്ടിന്റെ വാർത്തയാണ് വന്നത്. നെടുപുഴ സ്വദേശി പ്രദീപിന്റെ വോട്ട് തൃശ്ശൂരിൽ മറ്റാരോ ചെയ്തിരിക്കുന്നു എന്നതാണ്. നെടുപുഴ പോളിടെക്നിക്കിലെ ബൂത്തിലാണ് ഈ കള്ളവോട്ട് നടന്നിരിക്കുന്നത്. സുരജ് സജി അതിന്റെ വിശദാംശങ്ങൾ നൽകുകയായിരുന്നു തൃശ്ശൂരിൽ നിന്നും. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.